ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സിസ്റ്റം ഓപ്പൺ ചെയ്യാതെ തന്നെ അറിയുക എന്നുള്ളതാണ്. അത് ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ, ജനറേഷൻ, മദർ ബോർഡ് മാനുഫാക്ചർ, മദർ ബോർഡിൻ്റെ മോഡൽ, അതേപോലെ തന്നെ ബയോസ് വേർഷൻ, അത് ഡേറ്റ്, നമ്മുടെ റാം എത്ര GB ആണ് റാം ഉള്ളത്, അതേപോലെ DDR എത്രയാണ്, അതേപോലെ ഉള്ള നമ്മുടെ സിസ്റ്റത്തിനെ സംബന്ധിച്ചിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനും എങ്ങനെ നമ്മുടെ സിസ്റ്റം റിമൂവ് ചെയ്യുക, അതായത് CPU ഓപ്പൺ ചെയ്യാതെയും, അതേപോലെ നമ്മൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാതെയും എങ്ങനെ നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഏതും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശേഷം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. CPU Z എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് CPU Z എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് URL ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് CPU Z എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് എന്ന് കൊടുക്കാം. ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് സെറ്റപ്പ് ഇംഗ്ലീഷ് 32 and 64 ബിറ്റ് വേർഷൻ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ അഡ്വർടൈസ്മെൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. ശേഷം ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ CPU Z എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. യെസ് എന്ന് കൊടുക്കാം. നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഇത് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ അതും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം ഫിനിഷ്. ഇങ്ങനെ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് വരും. അതും ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ സോഫ്റ്റ്വെയർ വർക്കിംഗ് ആണ്. യെസ്, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും CPU എന്നുള്ള ഈ ഫസ്റ്റ് ടാബിൽ നമ്മുടെ പ്രോസസ്സറിൻ്റെ നെയിം വരുന്നത് Intel Core i5 8th ജനറേഷൻ ആണ്. അതേപോലെ കോഡ് നെയിം, പാക്കേജ്, ടെക്നോളജി, സ്പെസിഫിക്കേഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ആ ഒരു CPUയുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ CPU എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മോഡല്, എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് മദർ ബോർഡാണ്. ഏതാണ് മദർ ബോർഡ് എന്നുള്ളത്, മദർ ബോർഡിൻ്റെ മാനുഫാക്ചർ ഏതാണ്, HP ആണ്. അതേപോലെ അതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേർഷനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ചിപ്പ് സെറ്റ് ഏതാണ്, അതിൻ്റെ വേർഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ നമുക്കിത് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലാതെ നമുക്ക് ഈ ഒരു ബോർഡ് നമ്മുടെ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ അത് കേസ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ അതെല്ലാം അറിയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മെമ്മറിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര GB മെമ്മറി ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റാം എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ടൈപ്പ് DDR4 എത്രയെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്നുണ്ട്.
സാധാരണ നമുക്ക് DDR എത്രയാണെന്നുള്ളത് റിമൂവ് ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റും. അങ്ങനെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതേപോലെ SPD അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ DDR4 മാനുഫാക്ചർ, എല്ലാ കാര്യങ്ങളും, നമ്മുടെ റാമിൻ്റെ മാനുഫാക്ചറിങ് എല്ലാ കാര്യങ്ങളും, ഈ ഒരു സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും, റാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് ഗ്രാഫിക്സിലോട്ട് പോകുകയാണെങ്കിൽ ഏത് ഗ്രാഫിക്സ് കാർഡാണ് നമ്മുടെ അടുത്തുള്ളത് ഇൻബിൽട്ട്, ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിലും അതേപോലെ നമ്മുടെ ഇതിൻ്റെ വേർഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ളതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ CPU Z എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.